നാൾക്ക് ശേഷമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇത്ര നാളെ സ്കൂളൊക്കെ ഉള്ള തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മള് ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ 3 പേർക്കും 3 ക്രിസ്മസ് ട്രീ ആണ്. അത് 3 സൈസിലുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3 ഡെക്കറേഷൻ. അപ്പൊ ഈ പിങ്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ട്രീ ആണ്. അത് ഈ ബ്ലൂ സ്ട്രിങ്ങും അതുപോലെ തന്നെ ഈ എന്റെ ഇതിനേക്കാൾ കുറച്ച് ചെറുതായിട്ടുള്ളത് ഉണ്ണിക്കുട്ടൻ്റെയാണ്. പിന്നെ സിൽവർ, പിന്നെ ഏറ്റവും ചെറിയ ട്രീ തന്നൂടെയാണ് കേട്ടോ. എനിക്ക് ഇവർ രണ്ടും കൂടി പണിയെന്നോ അത്രയും ഹൈറ്റ് ഉള്ളത് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇട്ട് പണിയാവുന്നതാണ് ഇത് രണ്ടും. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കണ അവസാനം വരെ കണ്ടിട്ട് ഇത് ഏതാണ് ഇഷ്ടപ്പെട്ട അവരുടെ ആദ്യമാണ് ഇഷ്ടപ്പെട്ട അത് കമന്റ് ചെയ്യണേ. എന്റെയാണോ ഇവളുടെയാണോ എന്റെയാണോ ഇവളുടെയാണോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തന്നെ ഈ പീസിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തതാണ്. പിന്നെ ഇത് ഉണ്ടാക്കണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എക്സാമും ക്ലാസ്സസും ഒക്കെ ആയിരുന്നു. അതപ്പോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ 3 പേർക്കും 3 കളറുള്ള ട്രീ ആണ്. നമ്മൾ കറക്റ്റ് ഗ്രീൻ കളർ ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ 3 വെറൈറ്റി കളേഴ്സിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് വെച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടില്ല. ആർക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചലഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ചലഞ്ചിലേക്ക് പോയാലോ? അപ്പൊ ഞാൻ ആദ്യമായാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ കാണുന്നത്. അപ്പൊ നിങ്ങൾ ലുലുമാളയിലെ ക്രിസ്മസ് ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ അവിടെ നിന്നാണ് മേടിച്ചത്. ആ വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഗൈസ്, നമ്മള് ഈ ടേപ്പ് മറ്റ് ഇങ്ങനെ ഒട്ടിക്കണം. അമ്മ, എനിക്കൊരു സംശയം, ഇത് പറിച്ചിട്ടാണ് ഒട്ടിച്ചിട്ടാണോ? അല്ലാതെ ഒട്ടിക്കുക, എന്നിട്ട് ലാസ്റ്റ് പറിക്കാം നമുക്ക് കേട്ടോ. അത് ജസ്റ്റ് ഒട്ടിച്ചു വിടുക. ആ, മുകളിലൊട്ടിക്കണം. അവിടുന്ന് ഇടവിട്ട് ഇങ്ങനെ ഇത്തിരി സ്പേസ് ഇട്ട് ഒട്ടിച്ചു പോരെ. ഇവിടുന്നാണ് ഒട്ടിക്കണ്ടേ? ആ, അവിടുന്ന് ഒട്ടിക്കണ്ടേ. ഉണ്ണിക്കുട്ടൻ്റെ കൈ എത്തുന്നില്ല ഉണ്ണിക്കുട്ടാ. എന്റെയും കൈ എത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് എത്തിച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു പേപ്പറിലായിരുന്നു അല്ലേ, ഇച്ചിരി നീളം കൊടുത്തു. ഇവിടെ ടേപ്പ് ഉണ്ണിക്കുട്ട വേണേ താഴെ ഇറക്കി വെച്ചോ. ഇത്തിരി അകത്തി ഒട്ടിക്കുക, സ്പേസ് ഇട്ട് ഒട്ടിക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് അങ്ങനെ സ്പേസ് ഇട്ട് ഒട്ടിക്കും. കാണിച്ചു തന്നുണ്ട്. അങ്ങനെയല്ല, ഇത് ഇത്തിരി കൂടി വലിപ്പത്തിൽ കൊടുത്തോ. വലിപ്പം എന്ന് പറഞ്ഞത് രണ്ടും ചേരുമ്പോൾ ഉള്ള വലിപ്പം. ഇച്ചിരി കൂടി ഇതിൽ ഇവിടെ മുറിച്ച് ഇച്ചിരൂടെ കയറ്റി മുറിക്കുക. ആ, എന്നിട്ട് ഇനി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒട്ടിക്കണ്ട? വേണ്ട, അതുപോലെ അകത്തി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ ഉണ്ണിക്കുട്ടനെ അറിയോ? ഇച്ചിരി അകത്തി ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഒട്ടിക്കുക. ഞാനിവിടെ ഗ്രിഡ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കണ പോലെയാണ് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയും ചേർത്ത് ഒട്ടിക്കണ്ട. ഇത് ഇങ്ങനെ ഒട്ടിക്കുക. നമ്മൾ ഡോട്ട്സ് ഇടില്ലേ, അതുപോലെ ഗ്രിഡ് ഒട്ടിക്കണ പോലെ ഒട്ടിക്കണത്. ബിക്കോസ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കൊച്ച് കളർ പേപ്പറും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവൻ ഇതുപോലെ
കളർ പേപ്പർ ഒട്ടിക്കാൻ ആ പേപ്പർ കോണാക്കിയിട്ട് ഗ്രിഡ് ഇട്ട് ഒട്ടിച്ചത്. അതാണ് അവരുടെ സ്റ്റൈൽ. എന്തായി പൊന്നുൻ്റെ? എനിക്ക് താഴെ കുടിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മേളിൽ കെട്ടി. അപ്പൊ ഗൈസ് എന്റെ കത്തിക്ക് കുടുങ്ങിപ്പോയി ഗൈസ്. അത് പറിച്ചെടുക്ക. അയ്യോ അയ്യോ ഗൈസ് ഇവിടെ പശയില്ല. പൊന്നുൻ്റെ എന്തായി? എന്റെ ഒന്നും ആയില്ല. എന്റെ ഇതില് ഒരു പേപ്പർ ഉണ്ടാവും. അപ്പൊ ഗൈസ് ഞാൻ കുത്തപ്പിനാറിന് ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ ഈ സ്ട്രിങ് 3 സ്ട്രിങ് ഉണ്ട്, എല്ലാവർക്കും 3 വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്ട്രിങ് എടുക്കുവാണ് ഇപ്പൊ. ഇതിന് ഇങ്ങനത്തെ സാധനമുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒട്ടിക്കാൻ. എങ്ങനെയോ ഒട്ടിച്ച് ഇത് തീർത്തു. ഇനി നമ്മൾക്ക് ഇത് എടുക്കാം. ആദ്യം പശ പറിക്കണം. ആവശ്യമുള്ളതിൻ്റെ മാത്രം പശ പറിച്ചാൽ മതി കേട്ടോ ഉണ്ണിക്കുട്ടാ. 1 പറിച്ചിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി ഇങ്ങനെ ചുറ്റനനുസരിച്ച് പറിച്ച് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, എനിക്ക് ഇവിടെ ഒരെണ്ണം വേണം. ഫസ്റ്റ് പിടിക്കാനായിട്ട് ശരി, അകത്തി ഒട്ടിച്ചോ. ഇതാണ് ഒട്ടിക്കേണ്ടത്. ഇവിടെയാണ് ഒട്ടേണ്ടത്. സ്റ്റാറല്ല ഒട്ടേണ്ടത് കേട്ടോ. അതിൻ്റെ എന്തായി പൊന്നുൻ്റെ ഏകദേശം ആയി തോന്നുന്നു. നമ്മൾ വെറൈറ്റി ക്രിസ്മസ് ട്രീസാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഉണ്ണിക്കുട്ട? വൈറ്റ് ക്രിസ്മസ് ട്രീ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വൈറ്റ് കണ്ടിട്ടുണ്ട്, റെഡ് കണ്ടിട്ടുണ്ട്, ഗ്രീൻ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലത്തെ സിൽവർ കളറും പിങ്ക് കളറും ഈ ഒരു ബ്ലൂയിഷ് കളറൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആ ഗ്രീൻ കളറൊക്കെ ഭയങ്കര സെയിലായിരിക്കും. ഗ്രീനും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് വെറൈറ്റി കളേഴ്സ് സ്കൂളിലേക്ക് പോകണ വഴി ഇതേ ഗ്രീന് നമ്മൾ തൊട്ടടുത്തൊരു കടയിൽ കണ്ടു. ഒട്ടിക്കാൻ പോവാണ്. ഒരു ഡബിൾ സൈഡ് ടേപ്പ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാനാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ആദ്യമായാണ് ഉണ്ടാക്കി ഞാൻ ഇവിടെ ഫസ്റ്റ് ലെവലിൽ എത്തിയുള്ളൂ ഗൈസ്. ഞാൻ തീരാറായി, പക്ഷെ എന്റെ രണ്ടാമത്തെ സ്ട്രിപ്പും തീർന്നു. ഗൈസ് എനിക്കിത് വട്ടത്തിൽ ഇങ്ങനെ കറക്കണം ഗൈസ്, അല്ലാതെ ഒരു രക്ഷയില്ല ഗൈസ്. ലാസ്റ്റ് സ്ട്രിപ്പാണ് എടുക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് മുഴുവനൊന്നും ഇത് കവർ ചെയ്യത്തില്ല എന്നതിന് നല്ല ഉറപ്പാണ്. ഇത്രയും വന്നപ്പോൾ എനിക്ക് ഇനി തൂക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ സാധനം എടുക്കണം. ആദ്യം എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു ഇങ്ങനെ തൂങ്ങുന്നത്. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, തൂക്കിയിട്ടിട്ട് വേറെ തൂക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് നമ്മളുടെ ഉമ്മ വേറെ ഒരു രീതി പറഞ്ഞു തന്നോ. ഇതിങ്ങനെ അകത്തി വിട്ടിട്ട് ഇത് രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ ചുറ്റാണെന്ന്. അപ്പൊ അതുപോലെ ഞാൻ ചെയ്യുവാണ് ഗൈസ്. എന്തായി? മനസ്സിലാവുള്ള ഇത് പറിച്ച് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. പറിച്ച് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളേ? എന്തായി പൊന്നു? കയ്യിലോ? ഇതിൻ്റെ ഈ ഫ്ലവർ ഇങ്ങനെ പോകാത്ത രീതിയിൽ ഒട്ടിക്കണം കേട്ടോ. എന്നാലും അത് ഹാങ് ചെയ്ത് കിടന്നാലാണ് അതിന് ഭംഗിയുള്ളൂ. അത് കുഴപ്പമില്ല, അത് എത്തുന്ന വരെ ചെയ്താൽ മതി. എന്നാലും മാക്സിമം താഴെ എത്തിക്കാൻ ശ്രമിക്കുക. അത്രയും ചേർത്ത് വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. ഉണ്ണിക്കുട്ടിൻ്റെ ട്രീ എന്തായി?
എന്റെ ഇത്ര ആയോ ഒരെണ്ണം ഞാൻ കുറച്ച് മേളിൽ ആരെങ്കിലും തന്ന് സഹായിക്കുക. അയ്യോടി മനമേ. സ്ട്രിപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കഴിഞ്ഞു. ആ കറക്കി ഒട്ടിക്കത് എങ്ങനെയാ? സ്ലിപ്പ് തീർന്നു. എനിക്ക് ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ജാടയൊക്കെ അടിച്ചതാ. വലിയ എന്റെ എനിക്ക് ഏറ്റവും പൊക്കത്താണ്. ഇപ്പൊ ഇതിനെ ഇവരുടെക്കാൾ ചെറുത് തന്നെയാണ്. എനിക്കിതിങ്ങനെ കട്ട് ചെയ്ത ഉള്ളിലേക്ക് മടക്കി വെക്കാണ്. ഞാൻ അറിയാതെ ഒട്ടിച്ചു പോയി. അപ്പൊ അതെല്ലാം മേളിൽ കയറ്റി ഒട്ടിക്കാണ് ഞാൻ. എന്റെ ഒരു വിധി ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാം. എന്റേത് ഇതുപോലെയാണ് ഇരിക്കണത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലേക്ക് അയ്യോ എല്ലാ വെയിറ്റും വന്നിട്ട് ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചാഞ്ഞു വേണം. ഇതിന് ഒത്തിരി കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബാക്കിലേക്ക് കൂടി കുറച്ച് കുടിക്കാം. ഗൈസ്, അപ്പൊ ഇതിനെക്കാട്ട് നല്ലത് നീ പറഞ്ഞ പോലെ അല്ലാതെ അലാബ ചീര പോലെ ഇങ്ങനെ കൂട്ടി ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കിട്ടിയ അലാവയ്ക്ക് അത്ര കിട്ടി. എനിക്ക് അയ്യോ എനിക്കിത് ചാടി ഗൈസ് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ കഴിയിട്ട് പോവാൻ ഗൈസ്. അപ്പൊ ഗൈസ് ഇത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വളഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ അടിയില് ഉണ്ണിക്കോട്ടെ യൂട്യൂബിലത്തെ ബുക്കൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അടിയിൽ കുറെ ഡബിൾ സൈഡ് ടേപ്പ് ഇരിപ്പുണ്ട്. അതുപോലെ വെട്ടാനും പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോർത്തു. എന്റെ ഒക്കെ ഒരു ബുദ്ധിയെ വെച്ചാൻ പോവാണ് സ്റ്റാർ. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഫൈനൽ എന്റെ ക്രിസ്മസ് ട്രീ. പിന്നിന്റെ കംപ്ലീറ്റ് ആയോ? അടിയില് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറെ ഡെക്കറേഷൻ ഒന്നും ഇല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഞാൻ അടിയിൽ ഇപ്പൊ ബലൂൺ ഇട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻ പരിപാടിയിലേക്ക് പോവാണ്. അതിനെ നമ്മള് ഈ സ്റ്റാർ വെക്കാൻ പോണു. സ്റ്റാർ ഏതാ വെക്കണ്ടേ? അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയിലുള്ള ഇത് സെറ്റായി. നമുക്ക് ഈ സാധനങ്ങൾ ഇടാം. പക്ഷെ ഗൈസ്, അപ്പൊ എന്റെ ക്രിസ്മസ് ട്രീ ഇതാണ്. ഞാൻ ഊരി വെച്ചതാണ്. ഞാൻ ശരിയാക്കി തരാം. സ്റ്റാർ വേണ്ട. എന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. എന്റെ ഒരു സ്റ്റാർ എനിക്ക് ഇതില് ഗൈസ്. അപ്പൊ എന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. ഇവിടെ ഒരു ലവിനെ പോലത്തെ ഒരു ഇതെല്ലാം വച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് ഇത് ബലൂണ്. ഇനി ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അലാമയുടെ ആണോ ഇഷ്ടപ്പെട്ട് എന്റെ ആണോ ഇഷ്ടപ്പെട്ടേന്ന് നോക്കുക. എന്നൂടെ കഴിയില്ലാന്ന് എനിക്ക് തോന്നണേത്. എന്റെ ലാസ്റ്റ് ഇതിലേക്ക് വന്നു. ഈ സ്റ്റാഫ് കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. അതിന്റെ സിൽവറിൽ റെഡ് സ്റ്റാർ വന്നപ്പോ നല്ല രസമുണ്ട് അല്ലേ?
നിന്റെയും നല്ലത്, എല്ലാവരുടെയും നല്ലത്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഇതിന്റെ പുറകിലുണ്ട്, ഇത് മുമ്പിലത്തെ ഭാഗമാണ്. എനിക്ക് കിട്ടിയ ഇത് ഞാൻ ഇവിടെ ഈ സ്റ്റാറിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കെട്ടിക്കെട്ടി ഇങ്ങനെയാണ്. ബാക്കി എനിക്ക് ഇടാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ലേറ്റ് എല്ലാം വെച്ചിട്ട്